ഞാൻ ഗീത ടീച്ചർ 1991 ഞാൻ ഈ വിദ്യാലയത്തിൽ ചേരുന്നത്. അന്ന് ഈ വിദ്യാലയത്തില് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. 1-ാം ക്ലാസ്സിൽ തന്നെ 51ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നീട് പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികളുടെ എണ്ണം കുറവ് വന്നു. പക്ഷേ നമ്മൾ പൂർവ്വശക്തിയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്. കാരണം നമ്മുടെ വിദ്യാലയത്തിന്റെ കെട്ടും മട്ടും ഇന്ന് വളരെയധികം മാറിയിരിക്കുന്നു. നമുക്ക് ഇന്ന് ആകർഷകമായ ഒരു കെട്ടിടം നമ്മുടെ പുതിയ മാനേജറായ ശ്രീ അഡ്വക്കേറ്റ് ദിനേഷ് കുമാർ സാർ ഈ വിദ്യാലയം ഏറ്റെടുത്ത് നല്ലൊരു കെട്ടിടം നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് വാഹന സൗകര്യമുണ്ട്. ഈ പഞ്ചായത്തിലും പുറത്തുള്ള പഞ്ചായത്തിലേക്കും നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നതിനായി നമ്മുടെ സ്കൂൾ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം അഡ്മിഷൻ ആരംഭിച്ചു. കുട്ടികളെ LKGയിലേക്ക് ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നു. അത് ഒരു നല്ല സന്തോഷകരമായ കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ്. 35 വർഷം ഈ വിദ്യാലയത്തിൽ ഞാൻ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ്, ആത്മസംതൃപ്തിയോടെ തന്നെയാണ് ഈ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. കാരണം എൻ്റെ വിദ്യാലയം ഞാൻ വന്നതുപോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റത്തോടു കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഈ നല്ലൊരു വിദ്യാലയത്തിൽ നിന്ന് എനിക്ക് റിട്ടയർ ചെയ്യാതെ പോകാൻ സാധിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പകരം വന്നിരിക്കുന്ന, എനിക്കും സുരേഷ് മാഷ്ക്കും പകരം വന്നിരിക്കുന്ന അധ്യാപകർ ചെറുപ്പക്കാരായ ചുറുചുറുക്കുള്ള അധ്യാപകരാണ്. അവർ ഒരു ടീമായിട്ട് നമ്മുടെ വിദ്യാലയത്തെ മാറ്റിയെടുക്കും, നല്ലൊരു വിദ്യാലയമായി മാറ്റുമെന്നതിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് എല്ലാവിധ കഴിവുകളും ഉണ്ടായിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വിവിധ തരത്തിലുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു മനുഷ്യത്വമുള്ള കുട്ടികളായിരിക്കും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഒരുപാട് മാനുഷിക മൂല്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പൊതുവിദ്യാലയങ്ങളെയാണ് നാട്ടുകാർ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം.